വർഗീയതയ്ക്കെതിരെ ഒരു തരത്തിലുള്ള സന്ധിയും ഉണ്ടാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വടക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായി മമ്പാട് ടീക്ക് ടൗണിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. വിശ്വാസി സമൂഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ പ്രതിരോധിക്കാനാവുള്ളൂ. വിശ്വാസികളാരും വർഗീയവാദികളൊന്നുമല്ല. തെറ്റായ പ്രചരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. വിശ്വാസികൾക്ക് മതസൗഹാർദ്ദവും സാമുദായികമായ ഉള്ളടക്കത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാനവികതയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ എല്ലാ മതത്തിൻ്റെയും സാരാംശം മാനുഷികമായ ഉന്നതി തന്നെയാണ്. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസികൾ ഉൾപ്പെടെ ചേരുന്ന അതിവിപുലമായ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ആ കടമ നിർവഹിക്കാനാവുള്ളൂ. വർഗീയവാദികളാണെങ്കിൽ അവർക്ക് വിശ്വാസമില്ല, അത് ജിന്ന മുതൽ ഇങ്ങോട്ടില്ല. സവർക്കർ ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാജ്യാധികാരത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം പിടിക്കലാണ്. അവർക്ക് പിന്നെ എന്ത് വിശ്വാസം? അവരുടെ മതം എന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ച് കോപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. ഞാൻ അതുകൂടി പറഞ്ഞാലേ ബോധ്യമുള്ളൂ. ഇവരാരും ഒരു സമുദായത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമല്ല. ഇവരുടെ എല്ലാം വർഗപരമായ ഉള്ളടക്കം, ഏത് വർഗീയവാദികളുടെയും ഉള്ളടക്കം കോപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. BJP അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു തരത്തിലുമുള്ള വർഗീയതയും വളരുവാൻ അനുവദിക്കില്ല എന്നതാണ് LDFന്റെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യഷാപ്പുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായെങ്കിലും സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മദ്യനിരോധനം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ കഴിയില്ല. മദ്യത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ചിലർ മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകളിലേക്ക് തിരിയുന്നത് വലിയ അപകടം ഉണ്ടാക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണർക്കെതിരെ അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിച്ചു. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവ കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങുന്നത് തടയേണ്ടതുണ്ട്. ഇതിനായി നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം സംസ്ഥാനം ഗവർണർക്ക് നൽകിയിട്ടും അത് കേന്ദ്രത്തിലേക്ക് അയക്കാതെ അദ്ദേഹം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. P സന്തോഷ് കുമാർ MP, KS സലേഖ, മാത്യു കുന്നപ്പള്ളി, മനയത്ത് ചന്ദ്രൻ, ഖാസിം ഇരിക്കൂർ, മൂനിച്ചൻ, ബാബു ദിവാകരൻ, N കണ്ണൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.